എന്നോടും പ്രത്യേകിച്ച് ശല്യം ഇല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. ഒരു അമ്പലപ്പറമ്പ് കയറ്റി കഴിഞ്ഞാലും നാട്ടുകാർ കയറി വന്നാൽ ആന വലിയ ശല്യം. വേറെ ആനയാണ് നമ്മൾ ഒരുപാട് കാത്തു സൂക്ഷിക്കണം ആൾക്കാർ കിടന്നത്. പിന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം നമ്മുടെ കണ്ണ് ശ്രദ്ധ മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് ആൾ വന്ന് അതിലേക്ക് പൊക്കുള്ളൂ. കുഴപ്പമൊന്നുമില്ല. പിന്നെ നോക്കും എല്ലാം കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ശ്രദ്ധയുള്ളൂ. ഇല്ലെങ്കിൽ ആന അവരെ ശ്രദ്ധിക്കാറില്ല. ആന അവിടെ തന്നെയുണ്ട്. മറ്റു പൊതുവെ ശല്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും കേൾക്കാം. ബാക്കി മറ്റേ രണ്ടാം ചട്ടക്കാരോടും മൂന്നാം ചട്ടക്കാരോടൊക്കെ ആന എങ്ങനെയാ? ഒരു പ്രശ്നമില്ല. ആന ആരോടും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കുറേ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അതും കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാധനത്തിൽ നമ്മൾ അതിനെ വിട്ടിരിക്കുകയാണ്. വലിയൊരു കൂച്ചുവരക്കിൻ്റെ പരിപാടിയോ വലിയ ആക്രോശവും ഒന്നുമില്ല. ഇവിടെ വരാൻ പറഞ്ഞാൽ അതെൻ്റെ കൂടെ പോരും. നമ്മളിങ്ങനെ നമ്മുടെ കൂടെ ഒരു പട്ടിക്കുഞ്ഞ് വരുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു വരുന്നുണ്ട്. ഇറങ്ങിയാലേ 10 പേര് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇറക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് അവർ വിട്ടതാണ്. അല്ലാണ്ട് ഇത് പണിത് ഇങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മളൊരു നിർബന്ധം അങ്ങനെയല്ലേ, അത് 10 പേരെ അറിയട്ടെ, സമയത്ത് ഇറങ്ങട്ടെ. ഈ കാട്ടിക്കപ്പ വസ്തു കുറിച്ച് കടിപിടിക്ക് കഴിഞ്ഞ കാര്യങ്ങൾ മറ്റേ കൂപ്പ് പണിക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ആദ്യം കൊണ്ടുപോയിരുന്നു. അതല്ലേ അങ്ങനെ കൂപ്പി കിടക്കേണ്ട ഒരു ആനയല്ലല്ലോ ഇത്. അതെ അതെ, ദേവസ്വം ആനയല്ല. അപ്പോൾ അത് അമ്പലത്തിൽ പരിപാടികൾ എടുക്കട്ടെ അങ്ങനെ ഒരു പറഞ്ഞതുകൊണ്ട് അവർ വിട്ടു തന്നു. അതെ, അപ്പോഴും പറയുന്നുണ്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ല പിന്നെ ഒരു പരിപാടി എടുക്കണമെന്ന് ഒരിക്കലും അവർ നിർബന്ധിക്കാൻ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഇങ്ങോട്ട് പോകുന്ന ഈ പരിപാടി എടുക്കുന്ന ഒരു താല്പര്യത്തില്ല. ഇനി ഇത് എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോസോ ഫോട്ടോസോ അങ്ങോട്ട് അയക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി എടുത്തു എന്നുള്ളതറിയില്ല. നല്ല സ്വാതന്ത്ര്യമാണ്, അതിൽ നല്ല കെയറിങ്ങും ഉണ്ട്. ആനയെ അലപ്പിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ളൊരു ദേവസ്വമാണ്. ആനയുടെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? ആനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ അഴിച്ചിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഇപ്പം നോക്കിയിട്ട് ആരോടും അങ്ങനെ ശല്യമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ കൂടി കയറി എന്തെങ്കിലും കൊടുക്കാം, ഞാനത് അവിടെ വരണമെന്നില്ല. എല്ലാവരുമായിട്ട് നല്ലൊരു ഇണക്കത്തിലുള്ള കാണിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു ഇപ്പോൾ ഒരു വഴിയെടുത്ത് തല്ലേണ്ട ഒരു സിറ്റുവേഷൻ ആന ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ആ നാട്ടുകാരോടാണെങ്കിലും നല്ല സ്നേഹത്തോടെ നമ്മൾ ഊട്ടിനൊക്കെ ആണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആന അടിച്ചും വിട്ടാൽ ആന കാര്യങ്ങൾ നടത്തിയിട്ട് പോകും. അത് ആരോടും ഒരു ശല്യമില്ല. വയസ്സ് ഇപ്പം എത്രയുണ്ടെന്ന് പറഞ്ഞ ആനയ്ക്ക്? 30 വയസ്സുണ്ട്. ഒരു വടിക്കമ്പെടുത്ത് അടിക്കണ്ടാന എന്തോ ഒരു വടിക്കമ്പെടുത്ത് ആന തല്ലേണ്ട കാര്യമില്ല. വടിയെടുത്ത് തല്ലേണ്ട ആവശ്യമില്ല. ചെയ്തു തരുന്നുണ്ടല്ലോ. അതെ, മറ്റൊരു ശല്യമില്ല, നമ്മളോട് ശല്യമില്ല. ആനമാരിയോട് പരിപാടി എടുക്കുന്നുണ്ട്. ഇനി ഒരു ദിവസം തടി പിടിക്കണമെന്നുണ്ടായിരുന്നു, അതും ആന എടുത്തു. അതിനും തല്ലേണ്ട കാര്യം. ആൻഡമാനിന്നാണ് കൊണ്ടുപോകുന്നത്. ആൻഡമാനി താജി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഫാമിലിയായിട്ട് ഒരു ആനയെ കൊണ്ടുവന്നായിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കുട്ടിയായിട്ട്. അപ്പൊ ബാക്കി അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന വന്നപ്പോൾ തന്നെ കൈമാറി പലർക്കായിട്ട് കൈമാറി ആന ദേവസ്വം ഏറ്റെടുത്തതല്ല. നിങ്ങളിവിടെ തന്നെ നിൽക്കുന്നു, ഇറങ്ങി വിടുന്നു.